ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രഞ്ജിത പ്രതീക്ഷനെയും വെയിറ്റ് ചെയ്ത് വെളിയിൽ അങ്ങനെ നിൽക്കുകയാണ്. ജയിലിന് പുറത്തിറങ്ങുന്ന പ്രതീക്ഷ ആണെങ്കിൽ ചുറ്റുപാട് നോക്കുകയാണ്. തൻ്റെ വീട്ടുകാരോ തൻ്റെ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നോക്കുമ്പം രഞ്ജിത വന്നിട്ട് നമ്മുടെ പ്രതീഷിൻ്റെ അടുത്ത് സംസാരിച്ചു. പ്രതീക്ഷേ, നീ നോക്കുന്നത് ആരെയാണ് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ നീ വിചാരിക്കുന്നത് പോലെ ശ്രീനിലയത്തിൽ നിന്നും ഇങ്ങോട്ടാരും വന്നിട്ടില്ല എന്നുള്ള കാര്യം രഞ്ജിത പറയുമ്പോഴത്തേക്കിനും എപ്പോഴും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. എൻ്റെ ജയിലിൽ നിന്നുള്ള മടങ്ങി വരവ് അതെൻ്റെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചതെന്നും പറഞ്ഞ് ഇവൻ കാര്യങ്ങൾ രഞ്ജിതയോട് പറയുമ്പം ജയിൽ അധികൃതര് കാര്യങ്ങളൊക്കെ നിന്റെ വീട്ടിൽ പറഞ്ഞതാണ്. പക്ഷെ അവരാരും നിന്നെ കാണാനേ കൂട്ടാക്കുന്നില്ല. നിന്നെ ആ ഒരു കുടുംബത്തിലെ അംഗമായിട്ട് പോലും അവർ പരിഗണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിക്കുക. അപ്പൊ രഞ്ജിത, ഇനി എന്താ നിന്റെ അടുത്ത പ്ലാൻ എന്ന് ചോദിക്കുമ്പം എനിക്ക് ആദ്യം പോവേണ്ടത് ശ്രീനിലയത്തിലേക്കാണ് എന്നുള്ള കാര്യം പറഞ്ഞു. അതെ പ്രതീക്ഷേ, നമുക്കതൊക്കെ കുറച്ച് ഇരുന്നൊന്ന് ആലോചിച്ചിട്ട് പോയാൽ പോരേന്ന് ചോദിച്ചു. അതൊന്നും പറ്റില്ല, എനിക്ക് ഇന്ന് തന്നെ ശ്രീനിലയത്തിൽ എത്തണം, എല്ലാരെയും കാണണം. അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. ഇത്രയും കാലവും ഞാൻ എന്ത് ചെയ്യുന്നു, എന്താണ് എൻ്റെ അവസ്ഥയെന്ന് പോലും അറിയാതെ എന്നെ തിരിഞ്ഞു നോക്കാൻ എൻ്റെ അമ്മയോട് പോലും എനിക്ക് ദേഷ്യമാണ് എന്നൊക്കെ പറഞ്ഞ് പ്രതീക്ഷ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം രഞ്ജിത, നീ ഇത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ പ്രതീഷിൻ്റെ കാര്യങ്ങളൊക്കെ ഇനി ഞാൻ നോക്കിക്കോളാം എന്നുള്ളൊരു വാക്കും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ പ്രതീക്ഷ, നീ എൻ്റെ ഒപ്പം വരുമോ എന്ന് ചോദിക്കുമ്പം, ആൻറ്റി, ഞാൻ എന്തായാലും നിങ്ങളുടെ സഹായം ഒന്നും നിരസിക്കില്ല. എനിക്ക് മനസ്സിലായി ആരൊക്കെയാണ് എന്നെ സഹായിച്ചതെന്നും ആരൊക്കെയാണ് എന്നെ ദ്രോഹിച്ചതെന്നും. അതുകൊണ്ട് തന്നെ ഞാൻ ആൻറ്റിയുടെ വീട്ടിലേക്ക് തന്നെ മടങ്ങി വരുമെന്നും പറഞ്ഞ് പ്രതീക്ഷ അവിടെ നിന്ന് അങ്ങ് പോരുകയാണ്. ഈ സമയത്താണ് സരസ്വതിയമ്മയെ കാണിക്കുകയാണ്. സരസ്വതിയമ്മയ്ക്ക് എങ്ങനെയെങ്കിലും ശീതളിന്റെ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. എൻ്റെ പൊന്നു ശീതളെ, അവൻ ഉറങ്ങുന്ന സമയത്ത് അവൻ്റെ തലയ്ക്ക് അടിച്ചിട്ടാണെങ്കിലും നമുക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാമെന്നും പറഞ്ഞ് ശീതളിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പം ശീതളാണെങ്കിലോ, അച്ഛമ്മ എന്തറിഞ്ഞിട്ടാ ഈ പറയുന്നത്? സച്ചിൻ എന്ന് പറഞ്ഞാൽ സച്ചിന് ഒരുപാട് കാര്യങ്ങളിൽ ശ്രദ്ധയുണ്ട്. സച്ചിൻ ഉറങ്ങുകയാണെങ്കിലും ഉറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അത് സംശയമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശീതൾ സച്ചിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പം, ഇതൊക്കെ മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കും സുമിത്ര നിന്നെ ഇങ്ങോട്ട് വിടാനായിട്ട് മടിച്ചത് എന്ന് പറഞ്ഞു. അപ്പം സരസ്വതി അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പം അച്ഛമ്മയ്ക്ക് ഇവിടെ നിന്നും അടുത്തല്ലേ. അതേടി മോളെ, അവനെ ഞാൻ ഉറങ്ങിക്കിടക്കുമ്പം എൻ്റെ തലയ്ക്കെങ്ങാനും എന്തെങ്കിലും കൊണ്ടുവന്ന് അടിച്ചെന്നെ കൊല്ലുമോ എന്നുള്ളൊരു പേടിയുണ്ട് എനിക്ക്. പച്ചയ്ക്ക് കത്തിക്കുമോ എന്നൊക്കെ പറഞ്ഞതാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ ഇങ്ങനെ ആ ഒരു പേടിയൊക്കെ നമ്മുടെ ശീതളിന്റെ അടുത്ത് സംസാരിക്കുക. അപ്പൊ ശീതൾ പറഞ്ഞു, അച്ഛമ്മ ഇനി ഇവിടെ നിൽക്കണമെന്നില്ല അച്ഛമ്മ, ഞാനേ സച്ചിന്റെ അടുത്ത് സംസാരിക്കാം. സച്ചിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിക്കാം. അതിനുശേഷം അച്ഛമ്മയെ ഞാൻ തന്നെ ശ്രീനിലയത്തിലേക്ക് ആക്കാന്ന് പറഞ്ഞു. മോളെ, അച്ഛമ്മ ഇവിടുന്ന് പോവുകയാണെങ്കിൽ എൻ്റെ പൊന്നുമോളും അച്ഛമ്മയോടൊപ്പം ഉണ്ടാവണം. നീ എന്തിനാ ഈ നരകത്തിൽ കിടന്ന് അതും ഇങ്ങനെയുള്ളൊരു ഭ്രാന്തന്റെ കൂടെ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ നമ്മുടെ ശീതളിനോട് അവളുടെ മനസ്സറിയാൻ ശ്രമിക്കുമ്പോഴത്തേക്കിനും ശീതൾ പറഞ്ഞു, അച്ഛമ്മേ, സച്ചിൻ എന്നോട് ഒരുപാട് സ്നേഹമുണ്ട്. പിന്നെ അവൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ഞാൻ പ്രവർത്തിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അവന് ഇഷ്ടമില്ലെന്ന് പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യരുത്. അതൊക്കെ അവന് നിർബന്ധമാണ്. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം വന്നെങ്കിൽ മാത്രമേ അവൻ ദേഷ്യപ്പെടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പം, മോളെ, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്? ഇപ്പം തന്നെ നീ എന്തുമാത്രം കാര്യങ്ങൾ അനുഭവിച്ചു എന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും ശീതളാണെങ്കിൽ, അച്ഛമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, സ്വന്തം വീട്ടിൽ പോലും ഇടയില്ലാത്ത ഒരുത്തിയല്ലേ ഞാനെന്നും പറഞ്ഞ് അവളുടെ കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും സരസ്വതിയമ്മയോട് സംസാരിക്കുമ്പോൾ സരസ്വതിയമ്മ പറഞ്ഞു, മോളെ, ശ്രീനിലയത്തിൽ നിനക്ക് ഇടയില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അച്ഛമ്മയ്ക്ക് അറിയാലോ, എപ്പോഴും പെൺമക്കളെ കല്യാണം കഴിച്ചും വിടും, ആൺമക്കൾക്ക് വീടും കൊടുക്കും. പക്ഷേ പെൺപിള്ളേർക്ക് എന്തേലും ഒരു സാഹചര്യം വെച്ചാൽ അവരെ കെട്ടിച്ചു കൊണ്ടുപോകുന്ന വീട്ടിൽ താമസിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് തിരികെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അവിടെ ഇപ്പൊ താമസിക്കുന്നത് നമ്മുടെ അൻഡുദേട്ടനും അദ്ദേഹത്തിന്റെ ഭാര്യയൊക്കെയാണ്. അവർ ആ വീട്ടിലുള്ളിടത്തോളം കാലം എനിക്ക് അങ്ങോട്ട് വരാനും പറ്റില്ല എന്നും പറഞ്ഞു ഇവളിങ്ങനെ സംസാരിച്ചു. അപ്പം സരസ്വതിയമ്മ പറഞ്ഞു, ഞാൻ ഇനി എന്താ മോളെ ചെയ്യേണ്ടത്? അച്ഛമ്മ വിഷമിക്കുമൊന്നും വേണ്ട, അച്ഛമ്മയെ ഞാൻ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താം. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞു. ശീതളിന്റെ അവസ്ഥയൊക്കെ കണ്ടു കഴിഞ്ഞു ശരിക്കു പറഞ്ഞാല് നമ്മുടെ സരസ്വതി അമ്മ ഇത്രയും കാലത്തിനിടയിൽ നല്ലൊരു കാര്യം പറയുകയാണ്. അതെ മോളെ,
നിന്നെ ഇങ്ങനെ അനുഭവിക്കാൻ വിട്ടിട്ട് അച്ചമ്മയ്ക്ക് സുഖിച്ചൊന്നും ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ മോൾ എവിടെയാണോ ഉള്ളത് മോളോടൊപ്പം ഈ അച്ചമ്മയും ഉണ്ടാകുമെന്നും പറഞ്ഞ് നമ്മുടെ സരസ്വതി അങ്ങ് പൊട്ടിക്കരയാണ്. എന്താണാവോ സീരിയൽ തീരാൻ പോകുന്നത് കൊണ്ട് ഇനി നമ്മുടെ അച്ചമ്മ ക്യാരക്ടർ നന്നാവുന്നതാണോ എന്നും അറിയത്തില്ല കേട്ടോ. അങ്ങനെ സരസ്വതിയും ശീതളും കൂടി കെട്ടിപ്പൊടിച്ച് നിന്ന് പൊട്ടിക്കരയുന്നത് കാണിക്കുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മുടെ സുമിത്രയും അതുപോലെ തന്നെ സ്വരമോളും കൂടെ മാർക്കറ്റിൽ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പൊ സ്വര പറയുന്നുണ്ട്, അച്ചമ്മ ദേ എനിക്ക് ആ മാങ്ങ വേണമെന്ന് പറഞ്ഞു. അതിനെന്താ, എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ അച്ചമ്മ വാങ്ങിച്ചു തരില്ലേ എന്നും പറഞ്ഞ് ഇങ്ങനെ സുമിത്ര സാധനമൊക്കെ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തു. അപ്പം ഈ സമയം നമ്മുടെ പ്രതീഷ് ഒരു ഓട്ടോക്കാരനുമായിട്ട് ചെറിയ ചില്ലറ കശപിശയൊക്കെ ഉണ്ടാക്കുകയാണ്. അപ്പം ഇവിടെ ഈ ഒരു ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുന്ന സമയത്ത് സ്വരമോളാണെങ്കിൽ ഇതൊക്കെ കണ്ടിങ്ങനെ നിൽക്കുക. അപ്പം പ്രതീഷ് ഓട്ടോക്കാരൻ്റെ ഷർട്ടിന് ഇങ്ങനെ പിടിച്ചിട്ട് അയാളെ അടിക്കുന്നതൊക്കെ സ്വരമോള് കണ്ടു. സ്വരയ്ക്കാണ് ഈ കാഴ്ചയൊക്കെ കണ്ട് സ്വരമോള് ശരിക്കും ഭയന്നു സുമിത്രയുടെ മറവിൽ പോയി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും സുമിത്ര ചോദിച്ചു, എന്താ സ്വരമോളെ നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പം അച്ഛമ്മ അവിടെ ഒരു അങ്കിള് ഒരു ഓട്ടോക്കാരനെ പിടിച്ചു തല്ലുന്നു. ആ അങ്കിള് പശുവാണെന്നാ തോന്നുന്നത്, എനിക്ക് പേടിയാവുന്നു എന്നും പറഞ്ഞ് സ്വര വീണ്ടും നമ്മുടെ സുമിത്രയുടെ പക്കൽ ഇങ്ങനെ പതുങ്ങി നിൽക്കുമ്പോഴത്തേക്കിനും സുമിത്ര പറഞ്ഞു, എൻ്റെ മോൾക്ക് പേടിയാവുന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോകാമെന്നും പറഞ്ഞ് സുമിത്ര കൊച്ചിനെയും കൂട്ടി വീട്ടിലേക്ക് മടങ്ങുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സ്വരമോള് വീട്ടിലെത്തിയതും അവളുടെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മമ്മി ഇന്ന് മാർക്കറ്റിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി. അതെ, ഒരു അങ്കിള് പാവം ഒരു ഓട്ടോ മാമനെ പിടിച്ച് തല്ലിയെന്നും പറഞ്ഞ് കൊച്ചിങ്ങനെ ഈ കാര്യങ്ങൾ നടന്ന സംഭവങ്ങളും ഒക്കെ പറഞ്ഞു. ദേ മോളെ, അതുകൊണ്ടാണ് മമ്മി മോളോട് പറഞ്ഞത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും മോള് പോകണ്ടെന്ന്. അപ്പം ഇതൊക്കെ കേൾക്കുമ്പോഴും ഇനിയിപ്പോ എനിക്ക് പോകണമെങ്കിൽ തന്നെ പോവാലോ, ഞാൻ വഴിയൊക്കെ കണ്ടുപിടിച്ചു എന്നും പറഞ്ഞ് സ്വരമോള് ഇങ്ങനെ കുറുമ്പ് കാട്ടുമ്പോഴത്തേക്കിനും സുമിത്ര വന്നിട്ട് പറഞ്ഞു, ഇനി മോളെ ദേ ഇവൾക്ക് നല്ല വിശപ്പുണ്ടാവും, നീ ഒരു കാര്യം ചെയ്യ്, അവളുടെ കൈയും കാലും മുഖമൊക്കെ കഴുകിച്ചിട്ട് കുറച്ച് ഫുഡ് കൊടുക്കുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ അമ്മയെന്നും പറഞ്ഞ് നമ്മുടെ അനന്യാണെങ്കിൽ ഭക്ഷണമൊക്കെ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഈ സമയത്ത് ബെല്ലടിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ സ്വരമോൾ ആലോചിച്ചു, അയ്യോ ഇനി ആ മാർക്കറ്റിൽ പ്രശ്നം ഉണ്ടാക്കിയ മാമനെങ്ങാനും ആണോ എന്ന് ഓർത്ത് കൊച്ചിങ്ങനെ പേടിച്ചിരിക്കുമ്പം എൻ്റെ സ്വരമോളെ ആ മാമൻ എന്തിനാ, എൻ്റെ സ്വരമോളെ മോൾ എന്തിനാ പേടിക്കുന്നത്, അത് വഴിയിൽ വെച്ച് കണ്ടൊരു മാമനല്ലേ, ആ മാമൻ എന്തിനാ നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെന്നും പറഞ്ഞ് അനന്യ പോയി ഡോറ് തുറക്കുമ്പോൾ കാണുന്നത് നമ്മുടെ അപ്പുവിനെയാണ്. അപ്പം അപ്പു പൂജ വന്നോ ചേച്ചിയെന്നും ചോദിച്ച് വരുമ്പോഴത്തേക്കിനും ഇല്ലടാ പൂജ എത്തിയിട്ടില്ല എന്നും പറഞ്ഞ് അപ്പുവിനെ വലിയ കാര്യത്തിന് വിളിച്ച് നമ്മുടെ അനന്യ അവിടെ ഇരുത്തി. അപ്പം അപ്പു ആണെങ്കിൽ അനിരുദ്ധിനെ കണ്ട പാടെ ഏട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അതേടാ എന്തുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു കോളിംഗ് ബെല്ല് മുഴങ്ങുകയാണ്. അപ്പം നമ്മുടെ അനിരുദ്ധാണ് പോയി തുറക്കുന്നത്. അനിരുദ്ധ പോയി തുറക്കുന്ന സമയത്ത് കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞാൽ പ്രതീഷ് വന്ന് വെളിയിൽ നിൽക്കുന്നതാണ്. അപ്പം പ്രതീഷിനെ കണ്ടതും ഒരു നിമിഷം നമ്മുടെ അനിരുദ്ധ മിണ്ടാതെ നിന്നു. എന്നിട്ട് ചോദിച്ചു, പ്രതീഷേ നീ എപ്പം പോന്നു എന്നുള്ള കാര്യം. അപ്പം അതെന്തേലും ആയിക്കോട്ടെ, അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നും പറഞ്ഞ് പ്രതീഷ് അകത്തോട്ട് കയറി. പ്രതീഷ് അകത്തേക്ക് വന്ന പാടെ തന്നെ അവൻ ചുറ്റുപാട് നോക്കുകയാണ് തൻ്റെ കുഞ്ഞെവിടെയാണെന്ന്. അപ്പം സ്വരയാണെങ്കിൽ പ്രതീഷിനെ ഒന്ന് കണ്ടതാണല്ലോ, അതുകൊണ്ട് തന്നെ സ്വര നമ്മുടെ അനന്യയുടെ പിന്നിൽ പോയി ഒളിക്കുകയാണ്. മമ്മി ഞാൻ പറഞ്ഞില്ലേ മാർക്കറ്റിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയത് അത് ഈ അങ്കിളാണ് എന്നും പറഞ്ഞ് സ്വരമോള് ഭയന്ന് നിൽക്കുമ്പോഴത്തേക്കിനും അനന്യയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷനിൽ അവിടെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. അപ്പം ഇവിടെ ഈ ബഹളമൊക്കെ കേട്ട് നമ്മുടെ സുമിത്ര ഓടി വരുമ്പോൾ കാണുന്ന കാഴ്ച പ്രതീഷ് വന്ന് നിൽക്കുന്നതാണ്. സുമിത്ര മോനെന്ന് വിളിച്ച് പ്രതീഷിന്റെ അടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്ന സമയത്ത് പ്രതീഷ് പറഞ്ഞു, അനങ്ങരുത്, അവിടെ നിന്ന് പോണമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ സുമിത്ര പറഞ്ഞു, മോനെ നീ അമ്മയോട് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഞാൻ ഇത്രയും കാലവും എവിടെയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾ ആരെങ്കിലും അന്വേഷിച്ചോ എന്ന് ചോദിച്ച് പ്രതീഷ് ഓരോ ചോദ്യങ്ങൾ സുമിത്രയ്ക്ക് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ തൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ സംഭവിച്ച ആ ഒരു ദുരന്ത കഥ സുമിത്ര അങ്ങ് വിളിച്ചു പറയുകയാണ്. മോനെ നീണ്ട 6 വർഷത്തെ ആ ഒരു കോമ സ്റ്റേജിന് ശേഷം ഞാൻ ഇപ്പോഴാണ് എഴുന്നേറ്റത്. അതിനുശേഷം നിന്നെക്കുറിച്ചിട്ടുള്ള ഒരു വിവരവും അറിയാതെ ഇരുന്ന ഞാൻ അനിരുദ്ധിനോടും അനന്യയോടും എല്ലാവരോടും ചോദിച്ചു, പക്ഷെ ആർക്കും തന്നെ നിന്നെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെയൊക്കെ കള്ളത്തരം പറഞ്ഞാൽ അതൊക്കെ ഞാൻ വിശ്വസിക്കണമെന്നാണോ വിചാരിക്കുന്നതെന്ന് ചോദിച്ച് പ്രതീഷ് സുമിത്രയോട് എതിർത്ത് സംസാരിക്കുമ്പോഴത്തേക്കിനും അനിരുദ്ധ് പറഞ്ഞു, എടാ ഞാനാണ് കാരണക്കാരൻ, അമ്മയുടെ ആ ഒരു അവസ്ഥ അങ്ങനെയായിരുന്നു എന്നും പറഞ്ഞു.
അപ്പം ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ ഹിറ്റ് വിശേഷമാണ്. എന്തായാലും രഞ്ജിത തമ്പുരാട്ടി നല്ല രീതിയിൽ നമ്മുടെ പ്രതീഷിനെ ബ്രെയിൻ വാഷ് ചെയ്താണ് വിട്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ പ്രതീഷ് ഇവിടെ സുമിത്രയോട് സംസാരിക്കുന്നുമുണ്ട്. എന്തായാലും അമ്മയും മകനും തമ്മിലുള്ള ആ ഒരു ചെറിയ പിണക്കം അത് മാറുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. താങ്ക്